ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അത്ര വലിയ സന്തോഷത്തിലല്ല ഗൈസ്. ഇനി വരുന്ന മണിക്കൂറുകൾ കുറച്ച് പ്രശ്നമേറിയതാണ്. പെട്രോൾ പമ്പില്ല, ഹോട്ടലുകളില്ല, വെള്ളം കുടിക്കാൻ ഇതുകളില്ല. ഒരു പെട്ടിക്കടയിൽ കണ്ടാൽ മതിയായിരുന്നു. കുറച്ച് റിസ്ക് പിടിച്ചിട്ടുള്ളതാണ് സോളോ ട്രിപ്പ്. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കൊടൈക്കനാൽ. ഇത് മൂന്നാം ദിവസം നമ്മൾ പഴനിയിൽ സ്റ്റേ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പഴനിയിൽ നിന്നും കൊടൈക്കനാൽ ചുരം കയറാൻ പോവാണ് ഗൈസ്. ഒരു രക്ഷയില്ല. ഞാൻ ഒരു ഹോട്ടലിൽ നിന്നും 4 ബണ്ണും ഒരു പെട്ടി ജാമും 2 സ്നിക്കേഴ്സും വാങ്ങി തൂക്കിയിട്ടിട്ടുണ്ട്. അറിയില്ല എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി എന്നുള്ളത്. സോളോ ട്രിപ്പാണ്, കുറച്ച് അഡ്വഞ്ചറസ് ട്രിപ്പായിരിക്കും ഇന്നത്തെ എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരു മലനിരകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ദൈവപ്പട്ടികളുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കുറച്ച് കൺസേണുകളുള്ളത് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ പിടിക്കുമോ, ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി ചോദിക്കുമോ, ചെക്ക് പോസ്റ്റിൽ ചെക്കിങ് ഉണ്ടാവുമോ, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ കൺസേൺ. ചെക്ക് പോസ്റ്റ് എത്തണം വരെ കേട്ടോ. കാരണം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിടിച്ചിട്ട് കഴിഞ്ഞാൽ ചെക്കിങ് ആയിരുന്നു. കാറിൽ ബോയ്സ് മാത്രമാണ് പോയത്. അപ്പോൾ ചെക്കിങ് കുറച്ചുകൂടി കൂടും, കുപ്പിയുണ്ടോ എന്നുള്ളത്. പിന്നെ ഒരു കൺസേൺ ഉള്ളത് സൈക്കിളിൽ കയറ്റി വിടോ എന്നുള്ളതുണ്ട്. സോളോ ആയതുകൊണ്ട് അങ്ങനെ കുറേ കൺസേണുകളുമായിട്ടാണ് ഞാൻ ചെക്ക് പോസ്റ്റിലേക്ക് പോണത്. ചെക്ക് പോസ്റ്റ് എന്ത് സംഭവിക്കും? ഇവിടെ 1 കിലോമീറ്റർ ഉള്ളൂ ചെക്ക് പോസ്റ്റിലേക്ക്. ഊട്ടി പോലെയാണെങ്കിൽ സിമ്പിളായിട്ട് കയറി പോവാം, ചോദ്യം പറച്ചിലൊന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പണിയാവും. അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞ് ചെക്ക് പോസ്റ്റാണ്. പിന്നെ ഊട്ടി, മൂന്നാർ, വയനാട് അങ്ങനെ അവിടെയുള്ള എല്ലാ ക്ലൈമ്പും ഞാൻ ചവിട്ടി കയറ്റിയിട്ടുള്ള കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇനി ഞാൻ കൃത്യം സമയം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 7:53 ഇപ്പോഴത്തെ സമയം വരുന്നത് കേട്ടോ. ഞാനിനി എപ്പോഴാണ് അവിടെ എത്തണമെന്നുള്ള സമയം ഞാൻ കാട്ടിത്തരാം. ഇതാ 7:53. അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടം വരെ നിങ്ങൾക്ക് ഭക്ഷണവും ബാക്കി കാര്യങ്ങളും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ദൈവം പട്ടിസീന ചെക്ക് പോസ്റ്റിൻ്റെ അവിടം വരെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യത്തിന് സ്നാക്സും ലൈറ്റായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് ആണെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ കാലത്ത് ഞാൻ ലൈറ്റായിട്ട് കഴിച്ചു, ചായയും വടയും ഇതൊക്കെ കഴിച്ചു. ആരും ഒന്നും ചോദിക്കുന്നില്ല, ഞാൻ പയ്യെ അവിടുന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേ അല്ലെങ്കിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിത് പിടിക്കേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടാ. കണ്ടു. വെൽക്കം സ്യൂ പ്രിൻസസ് ഹിൽസ് കൊടൈക്കനാൽ വെൽക്കംസ് യു. പൊളി ഗൈസ്. ആരംഭിക്കലാമാ. തകിട എൻ്റെ മോനെ ദേവി. സന്തോഷിക്കാൻ പറ്റും. ഒരു ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ട്. ഇത് ചെറിയ ചെക്ക് പോസ്റ്റാണെന്നുണ്ട് കേട്ടോ. കൊടൈക്കനാൽ ഇതാണ് ഫോറസ്റ്റിൻ്റെ. കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. സോളോ ആയാലും ഒറ്റയ്ക്കായാലും തെറ്റയ്ക്കായാലും ഒരു കുഴപ്പമില്ല കേട്ടാ. നമുക്ക് കൊടൈക്കനാൽ സൈക്കിളിൽ സുഖമായിട്ട് വന്ന് പോവാം. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇനിയാണ് നമുക്ക് പണികൾ തുടങ്ങണത് കേട്ടോ. എന്താ അവിടെ കയറി എൻ്റെ ഈ വിരലിൻ്റെ പോയിൻ്റ് നോക്കിയാൽ മതി കേട്ടോ. പോയിൻ്റ് നോക്കിയിട്ട് അങ്ങനെയാണ് കയറി പോണത്. കൃത്യം 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കൃത്യം 50 കിലോമീറ്റർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ തന്നെ നിർത്തിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിലാണ് ചെക്ക് പോസ്റ്റ്. തിരിഞ്ഞ് നോക്കണില്ല, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റ് 50 കിലോമീറ്റർ, സമയം 9:38 കേട്ടോ. അപ്പോൾ തുടങ്ങല്ലേ ഗൈസ്. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. കിഡിലൻ വ്ളോഗായിരിക്കും കേട്ടോ. പൊളിച്ച് ഹാപ്പി. അപ്പോൾ പയ്യെ പോവാം. ഗൈസ് ഒരു തിരുത്തുണ്ട് കേട്ടോ. ഞാൻ 9:40 എന്ന് പറഞ്ഞില്ലേ, അത് മാപ്പ് കാട്ടി തന്ന ഇതാണ് കേട്ടോ. മാപ്പ് കാട്ടി തന്ന സമയമാണ് 9:40. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് 8 മണിക്കാണ് കേട്ടോ. ആദ്യത്തെ സ്റ്റോപ്പ് കേട്ടോ.
5 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ഓടിച്ചു. കൃത്യം 5 കിലോമീറ്റർ. ഇനി 45 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഫസ്റ്റത്തെ സ്റ്റോപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. സീൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി. അത് നമ്മുടെ ഡാമിൻ്റെ റിസർവോയറും ബാക്കി സമീപ പ്രദേശങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഗൈസ്, കുഴപ്പമില്ല. അവിടെ നിന്ന് ഇപ്പോൾ JCB കാര്യങ്ങളൊക്കെ തീരത്തൊക്കെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. കാം ആൻഡ് ക്വയറ്റ്, വലിയ ഇതുകളില്ല. 1-2 മിനിറ്റ് കൂടുമ്പോൾ ഓരോരോ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ പേരെങ്ങനെ അറിയാം? പോയിട്ട് തിരിച്ചു വന്നതാ? ആ, താഴോട്ട് ഇറങ്ങി പോയിട്ട്. ഷേ, പേര് വിശ്വനാഥ്. വ്ളോഗ് കാണാറുണ്ടോ? ദൈവം, ഞാൻ കൃതാക്തനായി മനസ്സ് നിറഞ്ഞു. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കേൾക്കുമ്പോഴേ കുറച്ചൊന്ന് മോട്ടിവേറ്റ് ആവാ. വീണ്ടും താങ്ക്സ്. ഒന്നും വിഷയിക്കരുതാ. കണ്ടു. ഞാൻ നെറ്റ് ഉണ്ടായില്ലേ, താനോട് ഉണ്ടോന്ന് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ അവിടെ റേഞ്ച് കിട്ടിയ സ്ഥലത്ത് വെച്ച് സെർച്ച് ചെയ്തു യൂട്യൂബില്. അപ്പൊ സോളോ ട്രിപ്പ് കൊടക്കനായിട്ട് പോന്നാ. ദൈവമേ, അപ്പൊ അവരുടെ ഗ്രൂപ്പ് വിട്ടു എന്നെ കാണാൻ വേണ്ടിട്ട്. പിടിക്കാവുന്നുള്ളൂ. അടിപൊളി. ഇപ്പൊ കൃത്യമായി. നേരത്തെ ഫുള്ള് മുഖംമൂടിയിലായിരുന്നു. സെറ്റ്. കുടിവെള്ളം കുടിവെള്ളം അണ്ണാ, ഇത് കുടിവെള്ളം കൊഞ്ചം എടുക്കറ. അമ്മേ, ഞാൻ വരുമ്പോൾ 1 ലിറ്റർ കുടിച്ചു, 2 ലിറ്റർ. ഓക്കെ, 3-ാമത്തെ ലിറ്ററാണ് കേട്ടോ. കാലത്ത് തുടങ്ങിയ റൈഡിൽ. ഓ എൻ്റെ പൊന്നെ, 3-ാമത്തെ ലിറ്റർ വെള്ളമാണ് ഇത്. 950 ml അങ്ങനെയാണ് ഇത് വരുന്നത്. പ്ലാസ്റ്റിക് കവർ ഇടണമെന്നില്ല. ഞാൻ നേരത്തെ പൊട്ടിച്ച് ഇട്ടതിൻ്റെ ഇവിടെ വെച്ചതാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഞാനൊരു സാധനം ഉപയോഗിക്കാറില്ല കേട്ടോ. ഫാസ്റ്റ് സ്റ്റെപ്പ്, മറ്റേ ലിക്വിഡ്, ആനക്കുതിര സാധനങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഇതവിടെ ഓറൽ എന്തൊരു സാധനം ORS അല്ലേ, അത് മാത്രം കേട്ടോ. മറ്റൊന്നും കിട്ടിയാൽ കുടിക്കും, അല്ലാതെ ഞാനങ്ങനെ വാങ്ങിയിട്ട് അങ്ങനെ നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ. നിങ്ങൾക്കറിയാമല്ലോ, മനസ്സിലായില്ല ഉദ്ദേശിച്ചത്. അപ്പോൾ സാധാരണ ORS ഒരു കുപ്പിയിലേക്ക് കലക്കിയിട്ടാ. സവരിക്കാട് എന്ന് പറഞ്ഞുള്ളൊരു ഏതൊരു സ്ഥലത്തെത്തിയിട്ടാ. നമ്മളവിടെ നിന്ന് വെള്ളം റീഫിൽ ചെയ്തിട്ട് ഇവിടെ ചെറിയ കടയും ഇതുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ കേട്ടോ. ഇവിടെ കടയും സംഭവങ്ങളുണ്ട്. ഒരു പട്ടി അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാകും കൂടിയുള്ളൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ശബരിക്കാട് അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലം. KL വണ്ടിയാണല്ലോ. എവിടെയാ? പാലക്കാട്. എല്ലാവരും പാലക്കാടാ? അടിപൊളി. അപ്പോൾ ഇവിടുന്ന് വല്ല ചായയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പയ്യെ നീങ്ങാം കേട്ടോ. അടുത്ത സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പണിയാവും. കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കുടിക്കുക. വെള്ളം വേണമെങ്കിൽ ഇവിടെ നിന്ന് റീഫിൽ ചെയ്യാമെന്നുണ്ട് കേട്ടോ. ഓക്കെ, സൈക്കിൾ ഇവിടെ വെച്ച് സേഫായിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് സീനുണ്ട്. ബാഗിൽ പറ്റുകയാണെങ്കിൽ വെച്ചോളൂ, അല്ലെങ്കിൽ കുരങ്ങന്മാർ കുറച്ച് ക്ലോസ് കോളുകളുണ്ടായി ഈ സാധനം പിടിച്ച് പറിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ വെക്കണത് അത്ര പന്തിയല്ല. സോ അതൊന്ന് ഓർമ്മയിൽ വെച്ചോളൂ. ഇതുവരെ ഓക്കെയാണ് കേട്ടോ. അത്യാവശ്യത്തിന് ക്ലൈമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്രയ്ക്ക് ഇതില്ല. ഈ സാധനം കുറേ നിർത്തണില്ലല്ലോ ഗൈസ്. ഞാനിവിടെ ഈ ഒരു കോൺ പഫ്സ് എന്ന് പറഞ്ഞിട്ടൊരു മഹാ ടേസ്റ്റി സ്നാക്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. കുറുകുറെ ലേസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതും കഴിച്ച് ഇവിടെ റെസ്റ്റ് എടുക്കാം. ഒരു കോഫി പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം കഴിച്ച്. നല്ല രീതിയിൽ കാലറി ഇതിൽ കയറും കേട്ടോ, എനർജി. ആദ്യമായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കണം.
നിങ്ങൾക്ക് വേണമെങ്കിലും ഇവിടുന്ന് സിമ്പിളായിട്ട് ഇവിടെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ചായ അങ്ങനെ സ്നാക്സ് എന്തെങ്കിലും കുടിക്കണമെങ്കിലോ എന്തെങ്കിലും ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ 50 കിലോമീറ്ററിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ ഒരു 37 കിലോമീറ്ററിന് കൊടൈക്കനാലുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തിനെക്കാട്ടും മുന്നേ ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ഇല്ല എന്ന് പേടിച്ച് വരണ്ട. എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പയ്യെ നീങ്ങാം. ഇനി കുറച്ച് ഇറക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആദ്യമായിട്ട് വരണ കാരണേ കൊടൈക്കനാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ചില സമയത്തൊക്കെ സ്ട്രെയിറ്റ് റോഡ് കിട്ടും കേട്ടോ. ലൈക്ക് ഇങ്ങനത്തെ ഇപ്പോൾ കാണുന്ന ഇങ്ങനത്തെ രീതിയിലുള്ള റോഡുകൾ ചില സമയത്ത് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്പീഡ് ഗെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത വരുന്ന ഹെയർ പിൻ ബെൻഡുകൾ കുറച്ചും കൂടി ആ ഒരു സ്പീഡിൽ സപ്പോർട്ടിൽ കയറാൻ പറ്റും. അത് ഞാൻ ഊട്ടിയിലും മൂന്നാറിലൊന്നും കാണാത്തൊരു സംഭവമായിരുന്നു. ഇങ്ങനത്തെ സ്ട്രെയിറ്റ് റോഡുകൾ എൻ്റെ ദൈവേ, താഴോട്ട് നോക്കുമ്പോൾ പേടിയാവണം. നോക്കിയേ ദൈവേ, താഴോട്ട് നോക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങോട്ട് നോക്കിയിട്ട് ഓടിക്കാൻ പറ്റില്ല. സീൻ ഞാൻ ഈ ഒരു ആംഗിളിൽ കാട്ടി തരാട്ടാ. അല്ലാണ്ട് എനിക്ക് പേടിയ താഴോട്ട് ക്യാമറ കാട്ടാൻ വേണ്ടിയിട്ടാണ്, ചെരിക്കാൻ വേണ്ടിയിട്ടേ. ഓരോരുത്തരും കാറിലൊക്കെ ഇരുന്നിട്ട് അന്തം വിടുന്നുണ്ട് കേട്ടോ. ഈ പൊട്ടൻ ഗുണാപ്പൻ സൈക്കിളും ചവിട്ടിട്ട് കയറി പോവാണോന്ന്. കുറേ പിള്ളേർ ചെറിയ ഉണ്ണിമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് കാറിലിരുന്ന് ഛർദ്ദിക്കുന്നതും കുറേ കാഴ്ചകളും കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 37 കിലോമീറ്ററാണ് നമുക്കുള്ളത്. ഓ ഛേ, പയ്യെ റൈഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആദ്യത്തെ 5 കിലോമീറ്റർ ഫസ്റ്റ് സ്റ്റോപ്പ്, രണ്ടാമത്തെ 5 കിലോമീറ്റർ സെക്കൻഡ് സ്റ്റോപ്പ്, പിന്നെ 5 എന്നുള്ളത് 3 ആയിട്ടാ. ഇനി എത്ര കുറയുമെന്ന് എനിക്കറിയില്ല, കാരണം ക്ലൈംബ് കൂടുമ്പോഴേ റോൾ ചെയ്യുന്ന സാധനങ്ങളല്ലേ. വണ്ടി ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോൾ ചെയ്ത് അത് കറങ്ങുന്നതിൻ്റെ നടുവിലത്തെ സാധനം കേട്ടോ. ഗിയർ മാറി 1 ഇട്ട് ഓർമ്മ കേട്ടോ. 1 3 ഇവിടെ ഫോറസ്റ്റ് എന്തോ വീടാ എന്തോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കൊള്ളാം. കേക്ക്, ചായ എല്ലാം ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഇപ്പുറത്തുണ്ട്. ആ പേടിക്കാനുള്ളതൊന്നുമില്ല കേട്ടോ. 50 കിലോമീറ്റർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കൃത്യം 50 കിലോമീറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഈ 2 കടകളും. 50 കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്ത് ഇനി 36 കിലോമീറ്റർ ഇനിയുണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റർ നിങ്ങൾ കണക്കൂട്ടി നോക്കിയോ. അത്രയും കിലോമീറ്റർ ചവിട്ടി കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുള്ള കടകളാണ്. ധൈര്യമായിട്ട് പോരാം, കുഴപ്പമില്ല. ഈ കുരങ്ങൻ്റെ സീൻ മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ കേട്ടോ. അത് ഈ ഫുഡ് ഞാൻ സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടെ ബാഗിൽ വെച്ചാൽ മതിയായിരുന്നു. അത് മാത്രമേ ഒരു പണി കിട്ടിയുള്ളൂ. ഫോളോ ചെയ്ത് എൻ്റെ ബോധം പോയി. ഒറ്റയ്ക്ക് യൂണിയല്ല, അതുകൊണ്ട് പേടിച്ചു. എണ്ണ സാധനം അത് ഏതൊക്കെ ഉപയോഗിക്കിற സാപ്പിടുന്നതുക്ക് വാഴയാ അതോ എണ്ണത്? ഞാൻ ഇതുവരെ பார்த்துട്ടില്ല. இந்த மாதிரி മൂഞ്ചിൽ முளைக்குருத்து கூம்பு அந்த மாதிரி. முளை அது எதுக்கு பண்ணா? எதுக்கு? மூட்டு வலி, இந்த 8ஆம் முதுகு எலும்பு வலி, இடுப்பு வலி, இந்த கை கால் வலி, இந்த எலும்பு இதுக்கு யூஸ் ஆகுறது மெடிசினா? ஓ, அப்போ அது சூடாக்கி சூடுவெள்ளத்தில் வேக வச்சு தண்ணியை வடிச்சிட்டு நம்ம முட்டைக்கோசு பொரிக்கும்ல, முட்டைக்கோஸ் அந்த மாதிரி பொருளை வச்சு நம்ம சாப்பிடலாம். தண்ணியை வடிச்சிடணும். இதை வேக வச்சு தண்ணியை வடிச்சிட்டு முட்டையோட முட்டை பொரிக்கணும், பொரிச்சு இதை சாப்பிடலாம். മുട്ട പൊരിക്കുന്നത് പോലെ. ആദ്യമേ വേവിക്കണം. ഇത് ചൂടുവെള്ളത്തിൽ വേവിച്ചിട്ട് മുട്ടുവേദന, കൈവേദന, പുറം വേദന ഒരെണ്ണം എടുക്ക മുടിയോ പിടിக்கிறதுக்கு എടുക്കട്ടുമാ?
ഓ ഓ ഓ ഓ ഇതൊക്കെ ഉള്ളിലേതാത് ഇருக்கு മെഡിസിൻ ആ இந்த இதுல இது ஊர்ஸ்மனா இதே மாதிரி வந்துரும் இங்க வரைக்கும் வரும் இந்த കളറില ആ ഓക്കെ ഇതൊക്കെ എണ്ണ വില വേറെ വില 100 ഒരു ഇത് 100 150 ആ സിന്നത് ആ സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. മെഡിസിനൽ വാല്യൂ ഉള്ള എന്തൊരു ഇതാണ്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ വാഴയുടെ കൂമ്പ് വാഴയും ഇതൊക്കെ പിണ്ടിക്കറി വയ്ക്കും മുതിരിയൊക്കെ ഇട്ടിട്ട് കേട്ടോ അമ്മാമ്മ. അപ്പോൾ അങ്ങനത്തെ വല്ലതാന്ന് വിചാരിച്ചല്ല, മുളയുടെ എന്തൊക്കെ സാധനമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ഞാൻ ആദ്യമായിട്ട് കാണണേട്ടാ. ഗൈസ് വ്യൂ അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. നൈസ് ഇതായിട്ട് വരുന്നുണ്ട്. ഭക്ഷണം കിട്ടുമെന്ന് പേടിച്ച് വന്ന എനിക്ക് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇനി ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട് ഹോട്ടൽ ബോസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ടിഫിൻ സാപ്പാട് മീൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കട കണ്ടു കേട്ടോ. എൻ്റെ പൊന്നെ പുതിയതായിട്ട് ഉള്ള കടയാണെന്നുണ്ട്. റിനോവേറ്റ് ചെയ്തിട്ടുള്ള പെയിൻറ്റിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയതാണെന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാം. സമയമായിട്ടില്ല, എന്നാലും കിട്ടണോടത്തുനിന്ന് കഴിച്ച് പോവാം. കുഴപ്പമില്ല കേട്ടോ, ട്രിപ്പ് കുഴപ്പമില്ല, അടിപൊളിയാണ്. ഫുഡും കാര്യങ്ങളൊന്നും കിട്ടായൊന്നുമില്ല, വെള്ളവും ഒക്കെ കിട്ടുന്നുണ്ട്. ഞാൻ പേടിച്ച പോലെയൊന്നുമല്ല. കുഷ്ക റൈസാണ് ഉള്ളത് കേട്ടോ. കുഷ്ക റൈസും അത് ഇங்கே പോടാണ്. താങ്ക്സ്. കുഷ്ക റൈസും അതുപോലെ തന്നെ ബിരിയാണി അരി പോലത്തെ അരിയാനുണ്ടോ. സാമ്പാർ ഇട്ടിട്ടുണ്ട്. ദോശയും ഇതും മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് 31 കിലോമീറ്റർ റൈഡ് ചെയ്യാനുണ്ട് കേട്ടോ. 11 മണിയായി. അപ്പോൾ ഇവിടെ ഫുഡും സുലഭമാണ്. അത്രയ്ക്കില്ല, എന്നാലും ഞാൻ ഇവിടെ കട കണ്ടപ്പോൾ ജസ്റ്റ് കയറിയതാണ്. 11 മണിയായി. കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ സമയം കളയണ്ടല്ലോ. അപ്പോൾ കുഷ്ക റൈസ് ഫുഡ് കഴിക്കാം. നിങ്ങൾക്ക് മാപ്പിൽ നോക്കി കഴിഞ്ഞാലും ഈ ഒരു ലൊക്കേഷൻ അറിയാൻ പറ്റില്ല. മെല്ലപ്പാം അങ്ങനെന്തോ പേരാണ് പറയാം. ഇവിടെ കുറേ ഫ്രൂട്ട്സും അതുപോലെ തന്നെ അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ല ഫ്രൂട്ട്സ് എന്താ ഊർക്ക് പേരെന്നാ? മേൽപ്പള്ളം. ഓക്കെ, മേൽപ്പള്ളം എന്ന് പറഞ്ഞിട്ടാ പേര് വരണത്. മേൽപ്പള്ളം. അപ്പോൾ നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാലും ഈ സ്ഥലം അറിയാൻ പറ്റും. അപ്പോൾ പേടിക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചോക്ലേറ്റ് ഉണ്ട്, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതുവരെയുള്ള റൈഡ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പൈപ്പും ബോളും തരിച്ച് പോകുന്നുണ്ട്. കുറേ നേരം റൈഡ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ആ ഒരു ബോഡി പാർട്സ് തരിപ്പ് വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് നിർത്തും. വേറെ ക്ഷീണമോ കാര്യങ്ങളോ മടുപ്പിക്കുന്ന രീതിയിലുള്ള ഇതും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ക്ലൈമ്പുണ്ട്, ആവശ്യത്തിന് ക്ലൈമ്പുണ്ട്. എനിക്ക് കാണുന്നത് ഊട്ടിയുടെ അത്ര ദൂരമില്ലാന്നുണ്ട് കേട്ടോ. അറിയില്ല, ഞാൻ അവിടെ എത്തിയിട്ട് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ എന്താണെന്ന് റൈഡിങ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഈ 25 കിലോമീറ്റർ ക്ലൈമ്പ് ചവിട്ടി കയറിയതിൻ്റെ അഭിപ്രായമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനിയും നമുക്ക് ക്ലൈമ്പ് കയറാനുണ്ട്. പറവല്ലേ, എപ്പോഴും എന്താ മാതിരി നടക്കും. താങ്ക്സ്. ആ തൃശ്ശൂർ കൊടൈക്കനാൽ പോറേ. താങ്ക്സ്. പട്ടി ജസ്റ്റ് മിസ്. ഓ ഇവിടെയാണ് വന്നത് കേട്ടോ. ഇവിടെ ഈ പെടലല്ലേ, പെടലിൻ്റെ അവിടെ എൻ്റെ അമ്മേ. ഓ നല്ലൊരു ഫ്ലോയിൽ വരായിരുന്നു, നശിപ്പിച്ച്. ഓ എൻ്റെ ദൈവം. ഒരു അങ്ങനെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇത് കൂട്ടാൻ പറ്റും കേട്ടോ നമ്മുടെ പവറ്. ഓ മുട്ട് എവിടെയോ പിടിച്ചു കേട്ടോ. ഈ പെടലിൻ്റെ ഇത് ഇവിടെ കേട്ടാ, ഈ സൈഡിൽ ഇവിടെ വന്നിട്ടാ സാധനം കടിച്ചാണ്. ഓ ഞാൻ കാലെടുത്ത് ഇതിവിടെ നേരെ ഇടിച്ച്. എൻ്റെ പൊന്നേ, അതാ ലോറിയും സൈക്കിളും ഒരുമിച്ച് കണ്ട കാരണം അതുകൊണ്ട്. പക്ഷേ ആ ഫ്ലോ നഷ്ടപ്പെട്ടു. നല്ലൊരു ഇറക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്.
ഇത്രയും നേരത്തെ ക്ലൈമ്പിന് ശേഷം എല്ലാ പോലെ 50 കിലോമീറ്റർ ആയിട്ടാ ക്ലൈമ്പ് കൊടൈക്കനാൽ ഇപ്പോഴെത്തിയിട്ടില്ല. എല്ലാമേ തണുത്ത കാറ്റ് പൊളിച്ച് ഇപ്പോഴൊരു സമാധാനം കേട്ടാ. ഓ സാധനം കുറച്ചധികം ഇറക്കണതുകൊണ്ട് കുഴപ്പമില്ല, തിരിച്ച് പോകുമ്പോ ക്ലൈമ്പായിരിക്കും. എന്നാലും സാധനം ഇത്രയും നേരം കാലത്ത് കാലത്ത് 8 മണിക്ക് തുടങ്ങിയതാണ് കേട്ടാ ക്ലൈമ്പ് കയറാൻ വേണ്ടിട്ട്. ഓ പൈൻ ഫോറസ്റ്റ് ആണല്ലോ. ഇനി 20 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 20 കിലോമീറ്റർ ഉള്ളൂ. സമയം 1:15. എന്റെ മോനെ. ഓ അത് ഭയങ്കര ഒരു റിഫ്രഷിങ് സംഭവം തന്നെയായിരുന്നു കേട്ടോ. അത് പൊളിച്ച്. അങ്ങനെ വേണം ഹൈ റേഞ്ചിൽ റോഡ് പണിയാൻ ഫോർ സൈക്ലിസ്റ്റ്. ഇത്ര നേരം കാലത്ത് 8 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പം സമയം 1:15. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 22. അതാ ഇറങ്ങണേക്കാട്ടും മുന്നേ ഞാൻ നോക്കിയതാണ് കേട്ടോ. ഇനി 18 കിലോമീറ്റർ ഉള്ളൂ. 18 കിലോമീറ്റർ ഇറക്കം സ്റ്റാർട്ട് ചെയ്യണേക്കാട്ടും മുന്നേ പറഞ്ഞതാണ്. ഇറക്കം കഴിഞ്ഞ് നോർമൽ ഇതായി. നല്ലൊരു റിഫ്രഷിങ് സാധനമായിരുന്നു അത് കിട്ടിയപ്പോൾ ഒരു ഊർജ്ജവും ഒരു ഇതുമൊക്കെ വന്നു കേട്ടോ. ഇനി 18 കിലോമീറ്റർ വീണ്ടും ക്ലൈംബ് തന്നെയാന്ന് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, സ്മൂത്തായിരുന്നത്. ഗൈസ് ആ ഒരു ഇറക്കം കിട്ടിയത് ഭയങ്കര ഉപകാരമായിട്ടാണ്. പേരന്മലയിൽ നിന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ടൗണിൽ, വലിയൊരു ടൗണിലെത്തി. ഇവിടെ നിന്ന് 12 കിലോമീറ്റർ ആണ് നമുക്ക് കൊടൈക്കനാലിലേക്ക് ഉള്ളത് കേട്ടോ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്കുള്ള ദൂരമാണ്. അത് കൊടൈക്കനാൽ സെൻട്രൽ തന്നെയാണ് കേട്ടോ. ഞാൻ വീണ്ടും ഒരു ഊണ് വാങ്ങി കഴിച്ചു കേട്ടോ. ഭയങ്കര ടയേർഡാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡാവുന്നുണ്ട് കേട്ടോ. ഒരു ഡബിൾ ഓംലേറ്റും ഊണും എത്ര രൂപയാണെന്ന് അറിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. 2 മണിയായി സമയം. 2 മണി. ഇവിടുന്ന് 12 കിലോമീറ്റർ ആണ് ഇനിയുള്ളത് കേട്ടോ. നമുക്ക് നമ്മളെ ഒഫീഷ്യലി ഈ റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അവിടെ എക്സ്പ്ലോറിങ് തുടങ്ങില്ല. ഇന്ന് നമ്മൾ കൊടൈക്കനാൽ എത്തണത് വരെ കാട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സന്തോഷം. ഇതാണ് ടൗൺ വരുന്നത് കേട്ടോ. നമുക്ക് കോയമ്പത്തൂർക്ക് 160 കിലോമീറ്റർ, പളനി 53 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ടൗണാണ്. നമ്മുടെ ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു യൂ ടേൺ എടുത്തിട്ട് അവിടെ ഒരു റെയിൽവേ ക്രോസിങ് ഉണ്ടാകും ഊട്ടിയിൽ. അതിന് പകരം ഇവിടെ ചെറിയൊരു ഏരിയ അങ്ങനെ കറങ്ങി വരുന്ന ഒരു ഇതാണ് കേട്ടോ. ഇതെന്തൊരു സംഭവം, കൊടൈക്കനാൽ എന്ന് പറഞ്ഞിട്ട് മൗണ്ടൻ ബൈക്കിങ്ങിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇനി ഇവിടെ. ഇത് ഭംഗിക്ക് ചെയ്തു വയ്ക്കുമല്ലോ കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊണ്ടുവരില്ല ഇവിടേക്ക്. കാണാനൊക്കെ ഭംഗിയല്ലായിരിക്കും. അപ്പോൾ അവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെരുമല അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ലൊക്കേഷനാണ്. ചെറിയൊരു ടൗൺ ഏരിയ. അപ്പോൾ ഈ ടൗൺ ഏരിയയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത്. ഇവിടുന്ന് കൃത്യം ഒരു 8 കിലോമീറ്റർ ഉള്ളൂ. അവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സൈക്കിളിന് ഇതുവരെ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ടയേർഡാണ് കേട്ടോ. കാലത്ത് 8 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 2:30 കേട്ടോ. ആഹാ കൊള്ളാലോ. സിൽവർ കാസ്കേഡ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടം. നമ്മുടെ മൂന്നാർ ആ ഭാഗത്തൊക്കെ കാണില്ലേ, ഒരു പാലത്തിൻ്റെ അവിടെ, അതന്നെ സെയിം സാധനം കേട്ടോ. ഓ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞത് ഊണ് കഴിച്ചോടത്ത് തൊട്ട് റൈഡിങ് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പെയിൻഫുള്ളായിരുന്നു. എനിക്ക് നല്ല പെയിനുണ്ട് പുറമൊക്കെ, ഒരു സൈഡൊക്കെ. വെള്ളം കുറവാണ്, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യത്തിന് അനക്കുള്ള ഏരിയ ഈ ഒരു ഏരിയ. അവിടെ ഫുള്ള് ഇതും കാര്യങ്ങളൊക്കെ വേണ്ട. ഓ ഇവിടെ KTM ഇരിക്കുന്നുണ്ടല്ലോ. KTM ഹിമാലയൻ. ഇവിടെയും 5 ലിറ്ററിൻ്റെ വെള്ളം കുപ്പി തന്നെ കിട്ടുള്ളൂ കേട്ടോ.
അവിടേക്ക് എൻട്രി ഫീ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വേസ്റ്റും ഇങ്ങോട്ടോ കൊടുക്കണേന്നുണ്ട്. അവിടെ മറ്റേ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോണില്ലേ, കോൺ അതവിടെ കൊടുക്കുന്നുണ്ട്. ഫുള്ള് വേസ്റ്റും കാര്യങ്ങളും ഇങ്ങോട്ടോ കൊടുക്കണേ. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ ഒന്ന് കാണാം. ഇവിടെ എന്താ ഉള്ളത് നോക്കാം. ഇതൊക്കെ തന്നെയാണല്ലോ സൈക്കിൾ എക്സ്പ്ലോറിങ്. പോണ വഴിയിലത്തെ ഇതല്ലേ കാണുള്ളൂ. വേസ്റ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു തടാകം പോലെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്പോ ചാടല്ലേ മോനെ, എനിക്കിതിനെ പേടിയാട്ടാ. ഞാൻ സൈക്കിൾ ഓട്ടുമ്പോൾ സൈക്കിൾ മുന്നിക്ക് ചാടി വന്നു. ദൈവേ, ക്യാമറ ഒക്കെ ഉണ്ടല്ലോ. 250 രൂപ, 200 രൂപ, 150. ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ്. ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഇതിന് ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആണെന്നുണ്ട് 250-ൻ്റെ. എന്തോ ചെറിയൊരു വെള്ളച്ചാട്ടം നോട്ടെ. സ്വാഭാവികമായിട്ടും ചെളിയും എല്ലാം നടത്തിയിട്ടുണ്ട്. നല്ല മഴക്കാലത്ത് നല്ല രസമായിരിക്കും കേട്ടോ, നല്ല രസമായിരിക്കും. അങ്ങനെ കാലത്ത് തുടങ്ങി 8 മണിക്ക് തുടങ്ങിയ റൈഡ് ഏകദേശം 8 മണിക്ക് തുടങ്ങി. ഇപ്പം 4 മണിയായി. 8 മണിക്കൂറായി. എനിക്ക് ഒച്ചയിൽ സംസാരിക്കാനുള്ള ഇതുകൂടി ഇല്ല കേട്ടോ, സന്തോഷം കൊണ്ട്. നമ്മളിപ്പോൾ എവിടെ എത്തി നോക്കണേന്ന് അറിയോ? എൻ്റെ മോനെ, ഇത് നോക്ക്, കൊടൈക്കനാൽ സ്റ്റാർ ലേക്ക്. അവിടെ കൊടൈക്കനാലിൽ കാണുന്ന വീടുകൾ. ഇത് ഇവിടെ വേറൊരു ഹൈവേ. ഇത് ഈ ഭാഗങ്ങളൊക്കെ ഞാൻ പുതിയ ഓരോരോ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് വലിയൊരു ഒച്ചയിൽ കിടന്നുണ്ട് ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പറ്റണില്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ 8 മണിക്കൂർ കഷ്ടപ്പെട്ട് അവസാനം നമുക്ക് ഒരു തണുത്ത കാറ്റും നമ്മൾ ആഗ്രഹിച്ച വ്യൂവും കിട്ടുമ്പോൾ ഉള്ളൊരു ഇത്. 1-2 മണിക്കൂറല്ല, 4 കൃത്യം. ഇപ്പം 4:06 കേട്ടോ സമയം വരണത്. ഞാൻ കാട്ടിത്തരാം. 4:06. ഞാനിപ്പോൾ 2 കിലോമീറ്റർ ആയിട്ട് നടക്കാം. 2 കിലോമീറ്റർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ ഒഫീഷ്യലി കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് റൂമും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. 3 പെണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൽ ഒരെണ്ണ കഴിച്ചുള്ളൂ. പിന്നൊക്കെ ഇങ്ങനെ റീഫിൽ ചെയ്ത് ഇങ്ങനെ പോയോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. 2 കിലോമീറ്ററിന് ശേഷം നമ്മൾ വീണ്ടും പെഡൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സീറ്റും ബോഡിയും ടച്ച് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരഞ്ഞ് പൊട്ടാറായി ഉണ്ടാവും കേട്ടോ. 3-ാമത്തെ ദിവസമാണ് കണ്ടിന്യൂസ് റൈഡ് വരണത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുന്ന് 350 മീറ്ററുള്ളൂ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് കേട്ടോ. ദൈവേ, സ്ഥലമില്ല. സോ നമ്മൾ ഒഫീഷ്യലി ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്കാണ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഉള്ള ഇതില്ല കേട്ടോ. ഞാൻ പറഞ്ഞേ, ആരോഗ്യം തീരെ ഇല്ല, ഡൗൺ ആണ്. ഞാൻ താമസ സൗകര്യം എവിടെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെ അമ്പലം അങ്ങനെ എന്തോ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മേലോട്ട് കയറാനൊക്കെ പറ്റുമോ? നോ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ടൗൺ കേട്ടോ. ചെറുതായിട്ടൊന്ന് പണി പാളി കേട്ടോ. ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഞാൻ എടുത്ത ഹോട്ടൽ വരണത്. മുണ്ടക്കാട്ടം പണിയായിപ്പോയി. ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ വഴിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് വരണം ഇതൊക്കെ. പക്ഷേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇവിടെ എവിടെയാണ് നമ്മുടെ റിസോർട്ടും നമ്മൾ താമസിക്കുന്നൊരു കോട്ടേജ് വില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് എന്നടാ എന്തമാതിരി വഴി, എൻ്റെ പൊന്നെ. ഇതിനുള്ള വെർത്ത് ഉണ്ടായാൽ മതിയായിരുന്നു. ദൈവമേ, സീൻ. നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ടൗണിൽ തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ. ഇനി എനിക്ക് 4 കിലോമീറ്റർ ക്ലൈംബ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടോ ടൗണിലേക്ക്. 4 കിലോമീറ്റർ ക്ലൈംബ്. ടൗണിലെങ്ങാനും കുറച്ച് ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ ഭയങ്കര പണിയായിപ്പോയി. ഇപ്പോഴും ആയിട്ടില്ല. നോക്കിയേ, നല്ല വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. പക്ഷെ മൂക്ക് വേനിട്ട് തുടങ്ങി, തണവടിച്ച് കയറിയിട്ട്. അതുപോലെ തന്നെ 8 മണിക്ക് തുടങ്ങിയല്ലേ, 4 മണി കഴിഞ്ഞു. 4:30 പറയും. അരമണിക്കൂർ കൊണ്ടാണ് 4 കിലോമീറ്റർ കവർ ചെയ്തത്. 3/4 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇവിടെ എവിടെയാണ് നമ്മുടെ ഇത് വരണത് കേട്ടോ. ജൈവ ഇവിടെ നിന്ന് കിടുക്കാച്ചി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം, ഉള്ളിലാണ്.
ഇത് വരുന്നത് കേട്ടോ. ഭയങ്കര ഉള്ളില്ല, 4 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടൈക്കനാൽ. അത് ഞാൻ പറഞ്ഞുതരാം. ഓ പൊളിച്ച് വ്യൂ നല്ല ഇതാണ് കേട്ടോ, സീനിക് ബ്യൂട്ടിയാണ് ഫുള്ള് വരണത്. പക്ഷേ പണിയാണ് കൊടൈക്കനാൽ സൈക്കിളിൽ. ഇതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, നമ്മൾ എത്തിയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയാണ് ഒരു നല്ല വ്യൂ ഉള്ളൊരു റിസോർട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് വ്യൂ ഇല്ലെങ്കിലും ദൂരം കുറവ് കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെ ഇറങ്ങിയിട്ട് പോയിട്ട് അങ്ങടാണ് ഗൈസ്. റൂമിലെത്തി. എല്ലാം നാളെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആരും കൊടൈക്കനാൽ വരെ ഇരിക്കും സൈക്കിൾ നോക്കണ്ട. എൻ്റെ ദൈവമേ, ഇത്ര പണിപ്പെട്ട് വന്നിട്ടില്ല കേട്ടോ. മൂന്നാറായാലും എല്ലാം 2 മണി 3 മണി ആകുമ്പോൾ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഇത് കുറച്ച് കടന്നുപോയി. എൻ്റെ അമ്മയെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ന് പറയാനുള്ള ആരോഗ്യമില്ല ഗൈസ്, അവസ്ഥ മനസ്സിലാക്കണം. സോ സ്റ്റേ ട്യൂൺഡ്. ഹെൽമെറ്റ് പോലും ഊരി മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്തൊരു കിട്ടിയ വ്ളോഗായിട്ട് കാണാം. ബൈ.